ഹായ് ഗൈസ്. സോ നിങ്ങളുടെ ഓപ്ഷൻ മാർക്കറ്റ് തിയറി പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 2 കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ AMD തിയറി അല്ലെങ്കിൽ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ തിയറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ 7th ചാപ്റ്ററായ ഓപ്ഷൻ മാർക്കറ്റ് തിയറി പാർട്ട് 1. ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറയുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു മൈൻഡ് ബ്ലോയിങ് ഒരു സെറ്റപ്പോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ ഡിമാൻഡ് സോൺ വരയ്ക്കുന്നു, അവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നു, ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നും എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നു, എക്സെട്ര. ബട്ട് ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ളൊരു തിയറി അല്ല. ഇതെന്ന് പറയുന്നത് ഓവറോൾ മാർക്കറ്റിനെ അറിഞ്ഞിരിക്കാനും മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനും ഒരുപക്ഷെ നിങ്ങളുടെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുള്ള ഒരു തിയറിയാണ് ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറയുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറിയാണ്. എനിക്ക് യൂട്യൂബിലൊന്നും പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ട്യൂട്ടോറിയൽ കിട്ടത്തില്ല. ബിക്കോസ് ഒബ്വിയസ്ലി യൂട്യൂബിലൊന്നും ഈ പറയുന്ന ട്യൂട്ടോറിയൽസ് അവൈലബിൾ അല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, വോളിയം ഇതെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് എൻട്രി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് തിങ്കിങ് നമുക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു തിയറിയാണ് ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറയുന്നത്. ഓപ്ഷൻ മാർക്കറ്റ് തിയറിയിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ST, അതുപോലെ ബിഡ് ആൻഡ് ആസ്ക് BA, അതുപോലെ വോളിയം. ഇതിൽ വോളിയം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ വോളിയം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനിലായിട്ട് നമ്മൾ ഓപ്ഷൻ മാർക്കറ്റ് തിയറിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു പേര് തന്നെ നമുക്ക് ആദ്യം എടുത്തേക്കാം, ഓപ്ഷൻ മാർക്കറ്റ് തിയറി. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേലം, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, അതായത് തിയറി എന്ന് പറഞ്ഞാൽ തിയറി. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നടക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ വില ആളുകൾ നിശ്ചയിക്കുന്നു, അതിനുശേഷം അതിനെ ലേലം വിളിച്ച് വില കൂട്ടും, ചിലപ്പോൾ അത് കുറയും, ആ രീതിയിൽ പോകും. അതുപോലെ അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ മീൻസ് ബിഡ് ആൻഡ് ആസ്ക്. അതുപോലെ മാർക്കറ്റ് മീൻസ് നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതുപോലെ വോളിയം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഈ ഒരു പേര് തന്നെ ഉണ്ട്. ഇതിൽ എന്താണെന്ന്, മാർക്കറ്റ് ഏതൊക്കെ രീതിയിൽ സഞ്ചരിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. മാർക്കറ്റിൻ്റെ എങ്ങനെയാണ് മാർക്കറ്റും ഓപ്ഷനും തമ്മിലൊരു ബന്ധം വരുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ കാരണം മാർക്കറ്റ് മൂവ് ആവുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ നടക്കുന്നത്, ഇതേപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നമ്മൾ ഓപ്ഷൻ മാർക്കറ്റ് തിയറി. സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഞാൻ ഇത്രയും നാൾ നിങ്ങളടുത്ത് പറഞ്ഞു തരാത്ത സപ്ലൈ ആൻഡ് ഡിമാൻഡ് 2 പാർട്ട് കഴിഞ്ഞിട്ടും ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്ത ഒരു തിയറിയിലേക്ക് നമ്മൾ പോകും. ഇതെല്ലാം ലിങ്ക് ചെയ്യുന്നത് ബിഡ് ആൻഡ് ആസ്കിലൂടെയാണ്, ഇതെല്ലാം ലിങ്ക് ചെയ്യുന്നത് റിയൽ ഡേറ്റയിലൂടെയാണ്. നമുക്ക് സെക്കൻഡ് സ്ലൈഡിലോട്ട് പോവാം. ഫെയർ വാല്യൂ. നമുക്കിവിടെ വോളിയം ട്രേഡിങ്ങിലാണെന്ന് തോന്നുന്നത്. ആ വോളിയം ട്രേഡിങ്ങിൽ ഫെയർ വാല്യൂ ആൻഡ് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫെയർ വാല്യൂ അല്ലെങ്കിൽ ന്യായമായ വില? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളുമുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം മാസങ്ങളുമുണ്ട് ഈ ഓരോ സാധനങ്ങളുടെയൊക്കെ പ്രൈസ് ഹൈക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ സാലറി ഇൻക്രീസ് ആവുന്നില്ല. നമ്മളുടെ കയ്യിൽ 30,000 റുപ്പീസിൻ്റെ ഒരു സാലറി വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റ് ഫാമിലിക്കൊക്കെ ഉള്ളൊരു സാലറിയാണ്, വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സാലറിയാണ്. 28,000 30,000 റേഞ്ച്. അപ്പോൾ 30,000 റുപ്പീസ് സാലറി ഉള്ള നമുക്ക് 10 എഗ്ഗിന് 40 രൂപ ടു 50 രൂപ കൊടുക്കുന്നതും, അതുപോലെ തക്കാളിക്ക് ഇപ്പോൾ ടൊമാറ്റോ ഒരു 10 to 30 രൂപ കൊടുക്കുന്നതും, അതുപോലെ ഉള്ളിക്കൊരു ഓണിയൻ ഒരു 30 to 40 രൂപ കൊടുക്കുന്നത്. ഇതൊന്നും കറക്റ്റ് കണക്ക് എനിക്കറിയത്തില്ല, ഞാനതൊന്നും ഇങ്ങനെ മേടിക്കാറില്ല. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കൊക്കോ ഓയിൽ ഞാനിവിടെ എഴുതാം. കോക്കനട്ട് ഓയിലിനൊരു 100 to 130 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലാണ്. കാരണം നമ്മുടെ സാലറി അതിനൊത്തിട്ടാണ് ഇൻക്രീസ് ആയി ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സാലറി ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു സാലറി ഉപയോഗിച്ച് ഈ പറയുന്ന പ്രൈസിൽ പ്രോഡക്റ്റ് മേടിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. ഇതിൽ കുറഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മുട്ട, ടൊമാറ്റോ, ഓണിയൻ അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെയൊക്കെ ഫെയർ വാല്യൂ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ന്യായ വില. അപ്പോൾ നമ്മൾ പറയുവാണെന്ന് എൻ്റെ സാലറി അനുസരിച്ചും ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചും ഈ ഒരു പറയുന്ന പ്രൈസ് ഫെയർ തന്നെയാണ്. കാരണം അത് വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനിടയ്ക്ക് ടൊമാറ്റോയുടെ വില ഇടിയും 10-20 രൂപയാവും, ചിലപ്പോൾ ഓണിയൻ്റെ വില ഇടിയും 10 to 20 രൂപയാവും, കോക്കനട്ട് ഓയിലിൻ്റെ വില ഇടിയും സപ്ലൈ കൂടുമ്പോൾ. അപ്പോൾ സീസൺ സമയമൊക്കെ ആകുമ്പോൾ ഒരുപാട് കോക്കനട്ട് ഓയിലുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വില ഇടിയാറുണ്ട്. അതുപോലെ ഈ ഉണക്ക സീസണൊക്കെ ആകുമ്പോൾ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ ഈ സീസണൊക്കെ ആകുമ്പോൾ ഈ കോക്കനട്ട് ഓയിലിൻ്റെ വില കൂടാറുമുണ്ട്.
അതുപോലെ മുട്ടയൊക്കെ അങ്ങനെയാണ്. മുട്ട പിന്നെ നല്ല രീതിക്ക് ഫാം ചെയ്യുന്നുണ്ട്, ആ ഒരു ഇത് വരത്തില്ല അവിടെ. മനസ്സിലായില്ലേ? ദെൻ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് ഫെയർ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമായ വില. ഓക്കെ, നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ അന്നേ പണ്ടുതൊട്ടേ പറയുന്നതാണ്, സാധാ മാർക്കറ്റുമായിട്ട് ഡിഫറൻസ് ഒന്നുമില്ല. ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നതും സാധാ മാർക്കറ്റ് എന്ന് പറയുന്നതും സെയിം ആണ്, ബൈയും സെല്ലും ചെയ്യാൻ പറ്റുന്നൊരു മാർക്കറ്റ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിലായാലും ഓരോ കോയിനും അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കിനും ഓരോ കറൻസി പെയറിനും ഫെയർ വാല്യൂ ഉണ്ട്. അത് ഏതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, ഫെയർ വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എല്ലാത്തിനും ഒരു ഫെയർ വാല്യൂ ഉണ്ട്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. വെയിറ്റ്, വെരി ബെറ്റ്. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിനും ഫെയർ വാല്യൂ ഉണ്ട്. അതായത് അതിനൊരു നിശ്ചിതമായിട്ടുള്ള ഒരു തുകയുണ്ട്. ഇപ്പോൾ ഞാനൊരു ലൈൻ വരയ്ക്കുവാണ്, ഈ ലൈൻ 10 രൂപയാണ് അല്ലെങ്കിൽ $10. $10 ഇതിൻ്റെ ഫെയർ വാല്യൂ. അതായത് ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് $10, അല്ലെങ്കിൽ പോട്ടെ $5 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, വർഷങ്ങളോളം എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഇവിടെ നിന്ന് വന്ന് $10 എനിക്ക് നിൽക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ഫെയർ വാല്യൂ. $10 ആയപ്പോൾ ഈ സാലറിയും ഇതുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും ഇതുമായിട്ട് നല്ലൊരു ടാലിയാണ്, നല്ലൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കീബോർഡ് ആയിക്കോട്ടെ, നമുക്ക് സാധാരണ PC ഉപയോഗിക്കുന്ന കീബോർഡ്, ആ ഒരു കീബോർഡിൻ്റെ പ്രൈസാണ് ഈ പറയുന്ന $10 എന്ന് കൂട്ടുക. അപ്പോൾ ഈ പറയുന്ന $10 എമൗണ്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആമസോണിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നത്തില്ല. ഓഫറൊക്കെ ഉള്ളപ്പോൾ ഇത് $8 ഇടിയാറുണ്ട്. പക്ഷേ സ്റ്റിൽ $10 ഇതിൻ്റെ ഒരു ഫെയർ വാല്യൂ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന $10 ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. എപ്പോഴും ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന ഏരിയയാണ് ഫെയർ വാല്യൂ. ആ ഒരു ട്രേഡ് നടക്കുന്ന ഏരിയയൊക്കെ നമുക്ക് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. POC എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കൺട്രോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫെയർ വാല്യൂ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ വരുന്നുണ്ട്. എനിവേസ് ഈ ഒരു ഫെയർ വാല്യൂവിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, ബൈ സൈഡ് സപ്ലൈ, സെൽ സൈഡ് സപ്ലൈ, ബൈ സൈഡ് ഡിമാൻഡ്, സെൽ സൈഡ് ഡിമാൻഡ്. കൺഫ്യൂസിങ് ആണല്ലേ? വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെങ്കിൽ SD ഞാൻ രണ്ടായിട്ട് എടുക്കുവാണ്. ഇവിടെ S എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സും ആണെന്ന് പറഞ്ഞു തന്നായിരുന്നു. ആക്ച്വലി ദിസ് ഈസ് നോട്ട് ദ കേസ്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് തന്നെ മൊത്തം നമ്മൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സപ്ലൈയിൽ തന്നെ സെൽ സൈഡ് സപ്ലൈയും ബൈ സൈഡ് സപ്ലൈയും, ഡിമാൻഡിൽ തന്നെ ബൈ സൈഡ് ഡിമാൻഡും സെൽ സൈഡ് ഡിമാൻഡും ഉണ്ട്. കൺഫ്യൂസിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ലിമിറ്റ് ഓർഡർ എടുക്കുവാണ് ഞാൻ, ലിമിറ്റ് ഓർഡർ ഡിമാൻഡ്. ഇത് മാർക്കറ്റ് ഓർഡർ ഡിമാൻഡ്. ഇത് മാർക്കറ്റ് ഓർഡർ സപ്ലൈ. ഇത് ലിമിറ്റ് ഓർഡർ സപ്ലൈ. കൺഫ്യൂസിങ് ആണോ? വളരെ എളുപ്പമായിട്ട് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ലൈൻസ് വരക്കുവാണ്, ഇങ്ങനെ വയ്ക്കുവാണ്. ഇത് പ്രൈസ്. ഇപ്പോൾ $1, 2, 3, 4, 5, 6 ഇങ്ങനെ കുറച്ച് പ്രൈസ്. എന്താണ് ലിമിറ്റ് ഓർഡർ എന്നറിയാമോ? ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വിലയിൽ ഞാൻ വരുമ്പോൾ മേടിക്കുന്നതിനാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് മാർക്കറ്റ് ഓർഡർ എന്നറിയാമോ? ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള മാർക്കറ്റ് പ്രൈസിൽ അതിനെ മേടിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ബിഡ് ആൻഡ് ആസ്ക് ടേബിൾ നോക്കുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എത്ര ബിഡിലാണ് പ്രൈസ് നിൽക്കുന്നത്, ആ ബിഡിൽ നമ്മൾ കൊണ്ട് അടുത്ത മേടിക്കുന്നു, അതുപോലെ ആസ്കിൽ കൊണ്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു. ആ രീതിയിലുള്ളതാണ് നമുക്ക് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ലിമിറ്റ് ഓർഡർ എന്ന് ഒന്നും കൂടി ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഈ പ്രൈസിൽ വന്നാൽ മേടിച്ചോളാം എന്നൊരു കണക്ക് കൂട്ടലാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഞാൻ വരുവാണെങ്കിൽ ഇത് മേടിക്കും, അതിന് വേണ്ടിയിട്ടുള്ള കോയിൻ മേടിക്കാനുള്ള ഫണ്ട് ഞാനിപ്പോൾ ലിമിറ്റ് ഓർഡറിൽ നിക്ഷേപിക്കുവാണ്. അതായത് എൻ്റെ ഫണ്ട് ഇപ്പോൾ സപ്ലൈയിലുണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ ഫണ്ട് ഇപ്പോൾ സപ്ലൈയിലുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യും. അതായത് ഞാൻ ഷോർട്ട് ചെയ്യണമെങ്കിലും ലോങ് ചെയ്യണമെങ്കിലും എൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യണ്ടേ, എങ്കിലല്ലേ എനിക്ക് ആ ഒരു പറയുന്ന പ്രൈസിൽ നിന്ന് അത് ഷോർട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇവിടെ ലിമിറ്റ് ഡിമാൻഡ് ആക്ച്വലി എന്ന് പറയുന്നത്, ലിമിറ്റ് ഓർഡർ ഡിമാൻഡ് എന്ന് പറയുന്നത് ബൈ സൈഡ് ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ LD എന്ന് പറയുന്നത് ബൈ സൈഡാണ്. അതുപോലെ MD മാർക്കറ്റ് ഓർഡർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതാണ് LD, ബൈ സൈഡ് സപ്ലൈ ആണ് LD. അത് കഴിഞ്ഞിട്ട് ബൈ സൈഡ് സപ്ലൈ LD, അത് കഴിഞ്ഞ് മാർക്കറ്റ് ഓർഡർ ഡിമാൻഡ് ബൈ സൈഡ് ഡിമാൻഡ്. അതുപോലെ MS എന്ന് പറയുന്നത് സെൽ സൈഡ് ഡിമാൻഡ്.
LS എന്ന് പറയുന്നത് സെൽ സൈഡ് സപ്ലൈ. ഇത് ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ ഒരു ഏരിയ, പക്ഷേ വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എനിക്കിപ്പോൾ $1 എന്ന പ്രൈസിൽ 10 ഇത് മേടിക്കാൻ താല്പര്യമുണ്ട്, 10 കോയിൻ അല്ലെങ്കിൽ എന്തോ മേടിക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ $2 ഏരിയയിൽ എനിക്ക് 10 എൻ്റെ ആൾറെഡി ഉള്ള 10 വിൽക്കാനും താല്പര്യമുണ്ട്. ഓക്കെ, $2, $1. അപ്പോൾ 2 ഏരിയയിൽ എനിക്ക് വിൽക്കാനും മേടിക്കാനും ഉണ്ടേ. ഇതെന്ന് പറയുന്നത് ഞാൻ സപ്ലൈക്ക് വെച്ചേക്കുവാണ്. ഇപ്പോൾ നിങ്ങൾ പറയും, ഓ ഇതിപ്പം മേടിക്കാനല്ലേ ഇട്ടേക്കുന്നത്, ഇത് അവൻ്റെ ബൈ ലിമിറ്റ് അല്ലേ, അപ്പോൾ ഇത് ഡിമാൻഡ് അല്ലേ? ബൈ ലിമിറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കലി ഡിമാൻഡ് ആണെങ്കിലും ആക്ച്വലി അവൻ ബൈ ചെയ്യാൻ നിൽക്കുന്നത് എന്താണ്? അവൻ ബൈ ചെയ്യാനുള്ള ഓർഡർ ഇട്ട് വെച്ചേക്കുക. അതായത് അവൻ സപ്ലൈക്ക് വേണ്ടി വെച്ചേക്കുക. എൻ്റെ ഓർഡർ വന്ന് ഫില്ല് ചെയ്യ്, എൻ്റെ ഓർഡറിലോട്ട് ഇങ്ങോട്ട് വാ എന്ന് അതിന് സപ്ലൈക്ക് വെച്ചേക്കുക. അതിനെ മീറ്റ് ചെയ്യാനൊരു ഡിമാൻഡ് വേണം, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അത് മീറ്റ് ചെയ്യാനൊരു ട്രാൻസാക്ഷൻ വരുമ്പോഴാണ് അവിടെ ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായി അവിടെ ആ ഒരു ഓർഡർ ഫില്ലാവുന്നത്. ഇത് സെല്ലിനായാലും ഈ പറയുന്നത് പോലെ ഇപ്പോൾ സെല്ല് ചെയ്യാൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈക്ക് വെച്ചേക്കുക, സെല്ല് ചെയ്യാനല്ല, സപ്ലൈക്ക് വെച്ചേക്കുക. ബൈ ആയാലും സെല്ല് ചെയ്യാലും ലിമിറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ സപ്ലൈക്ക് വെച്ചേക്കുക. ആ സപ്ലൈയിലോട്ട് പ്രൈസ് വന്ന് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കുമായിരിക്കും അവരുടെ ഓർഡർ ഫില്ലായി അവിടെ ഡിമാൻഡ് ഫോം ആകുന്നത്. അപ്പോൾ ബൈ സൈഡ് സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കുന്ന ഡിമാൻഡ് ഓർഡേഴ്സാണ്. അതായത് ഓക്കെ, ഞാൻ പറഞ്ഞു നിർത്തിയത് ബൈ സൈഡ് സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ് സോണാണ്. അതായത് ബയേഴ്സിൻ്റെ സപ്ലൈ, മനസ്സിലായില്ലേ? ഒരുപാട് ബയേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ സപ്ലൈ ഇറക്കുന്നുണ്ട്, മാർക്കറ്റിൽ ഇത് ഇവിടെ നിന്ന് മേടിക്കാനുള്ള സപ്ലൈ ഇറക്കുന്നുണ്ട്. അതാണ് ഈ പറയുന്നത് പോലെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ, ഈ പറയുന്നത് പോലെ ലിമിറ്റ് ഓർഡർ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത് വരുന്നതാണ് ബൈ സൈഡ് ഡിമാൻഡ്. ബൈ സൈഡ് ഡിമാൻഡ് എന്താണ്? ഈ പറയുന്ന ഇപ്പോൾ ഓരോ പ്രൈസിൽ ഇപ്പോൾ ഇവിടെ 10 ക്വാണ്ടിറ്റി, 20 ക്വാണ്ടിറ്റി, 10 ക്വാണ്ടിറ്റി, 5 ക്വാണ്ടിറ്റി, 8 ക്വാണ്ടിറ്റി. ഇവിടെ ഇത് വരത്തില്ല, 5, 8. അതുപോലെ ഇവിടെ 10, 3. ഈ 2 രീതിയിൽ നിൽക്കുക. ഇവിടെ ഒരു പ്രൈസ്. പിന്നെ ഇവിടെ ലിമിറ്റ് ഓർഡർ, ഇപ്പോൾ ഡിമാൻഡ് ഞാൻ ബൈ ലിമിറ്റ് ഇട്ട് വെച്ചേക്കുവാണ് $4 പ്രൈസിൽ 5 ക്വാണ്ടിറ്റിയും, $5 പ്രൈസിൽ 8 ക്വാണ്ടിറ്റി ഞാൻ ബൈ ചെയ്യാനായിട്ടുള്ള ബൈ ലിമിറ്റ് ഇട്ട് വെച്ചേക്കുവാണ് BL. ഇവിടെ സെൽ ലിമിറ്റ് ഇട്ട് വെച്ചേക്കുവാണ് $5, സോറി $1. ആക്ച്വലി തിരിഞ്ഞായിരുന്നു കൊണ്ട്, പക്ഷേ കുഴപ്പമില്ല, $1, $2 ഞാൻ സെല്ല് ഇട്ട് വെച്ചേക്കുവാണ്, സെൽ ലിമിറ്റ്. ഇതിൽ ഈ പറയുന്ന ബൈ ലിമിറ്റിനെയാണ് നമ്മൾ ബൈ സൈഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം ബൈ സൈഡ് സപ്ലൈ BSS. അതുപോലെ ഇപ്പോഴത്തുള്ള സെൽ ലിമിറ്റ് ഓർഡേഴ്സിനെയാണ് നമ്മൾ സെൽ സൈഡ് സപ്ലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽ സൈഡ് സപ്ലൈ SSS, BSSും SSSും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ലിമിറ്റ് ഓർഡർ ഉണ്ടല്ലോ, ഈ പറയുന്ന നമ്മൾ ബൈ ലിമിറ്റ് ഇട്ട് വെച്ചേക്കുന്നത്, ഇതിപ്പോൾ സപ്ലൈക്ക് വെച്ചേക്കുമല്ലേ. ഐ മീൻ ഇപ്പോൾ എനിക്ക് കടയിൽ പോയിട്ട്, ഞാൻ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് ഇപ്പോൾ ആപ്പിളിന് എത്ര രൂപയാണ്, അപ്പോൾ അവിടെ പറയുകയാണ് ആപ്പിളിന് 100 രൂപ. ഞാൻ പറയുകയാണ് ആപ്പിൾ 80 രൂപ ആകുമ്പോൾ എനിക്ക് കുറച്ച് 1 കിലോ ആപ്പിൾ എടുത്ത് വെച്ചേക്കണം, എന്നാൽ 80 രൂപ ഞാൻ കൊടുക്കുവാണ്. അതാണ് ലിമിറ്റ് ഓർഡർ. മറിച്ച് വേറൊരാൾ പോവുകയാണ്, ആപ്പിളിന് എത്ര രൂപ, 100 രൂപ, എന്നാൽ 100 രൂപ 1 കിലോ ആപ്പിൾ ഇങ്ങനെ എടുക്കുക, മനസ്സിലായില്ലേ? അതാണ് മാർക്കറ്റ് ഓർഡർ തമ്മിലുള്ള വ്യത്യാസം, ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ. അപ്പോൾ അങ്ങനെ ഇയാളിപ്പോൾ നമ്മളിപ്പോൾ ബൈനാൻസിലായാലും ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വയ്ക്കണമെങ്കിൽ നമ്മൾ ഫണ്ട് അവിടെ കൊടുക്കണ്ടേ ആദ്യം. അതായത് ഇപ്പോൾ $5000 ലിമിറ്റ് ഓർഡർ ഇടണമെങ്കിൽ $5000 നമ്മുടെ വാളറ്റിൽ നിന്ന് അവർ പിടിക്കും. എന്നിട്ട് ആ $5000 ലിമിറ്റ് അവിടെ ഇടും, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 5000 കോയിൻ വേണമെങ്കിൽ നമ്മൾ 5000 കോയിൻ വേണമെന്നുള്ള ഓർഡർ അവിടെ ഇടും. അതിനുശേഷം അത് വന്ന് ഫില്ല് ചെയ്യുമ്പോൾ ഈ പറയുന്ന സെല്ലറിന് നമ്മൾ ആ പൈസ പേ ചെയ്യും. അതൊക്കെ എക്സ്ചേഞ്ച് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. ദിസ് ഇസ് 2022, എല്ലാം ഓൺലൈനാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മളൊരു ഓർഡർ ഇടുമ്പോൾ, ലിമിറ്റ് ഓർഡർ ഇടുമ്പോൾ അത് സപ്ലൈയിലോട്ടാണ് പോകുന്നത്. ഇവിടെ വേറൊരു ക്രൂഷ്യൽ ഡേറ്റ കിട്ടുന്നുണ്ട്. എന്താണ്? ലിമിറ്റ് ഓർഡർ സപ്ലൈയിലോട്ടാണ് ആക്ച്വലി പോകുന്നത്. ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് സപ്ലൈ ആണ്, മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഡിമാൻഡാണ്. ഓക്കെ, ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് സപ്ലൈ ആണ്, മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഡിമാൻഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിന് 2 സൈഡ് ഉണ്ട്. ഒന്ന് ബൈ സൈഡ് സപ്ലൈ, സെൽ സൈഡ് സപ്ലൈ. മറ്റേത് ബൈ സൈഡ് ഡിമാൻഡ്, സെൽ സൈഡ് ഡിമാൻഡ്. ഇതിൽ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഓർഡേഴ്സ്, ഇപ്പോൾ ഞാൻ ബിഡ് ആൻഡ് ടാസ്കിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കുന്നതിന് നമ്മൾ സപ്ലൈ എന്ന് പറയും. അതുപോലെ ഇനിയിപ്പോൾ ലിമിറ്റ് ഓർഡർ ഇയാൾ പറയുകയാണ് $5 നീ തന്നു കഴിഞ്ഞാൽ ഞാൻ മേടിക്കാം. അപ്പോൾ ഈ സെല്ലർ പറയുകയാണ് $4 വന്നു കഴിഞ്ഞാൽ ഞാൻ മേടിക്കാം. ഇപ്പോൾ ഇയാൾ പറയുകയാണ്, ഇല്ല നീ $3 വാ, നിനക്ക് ഞാൻ തരാം.
ഇത് ആക്ച്വലി തിരിഞ്ഞാണ് വരേണ്ടത്, പ്രൈസ് കൂടിയല്ലേ പോകണം. ഞാൻ വരച്ചപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞതേ ഉള്ളൂ. നമുക്കെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് ഒന്നും കൂടി വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. 1 2 3 4 5 ഓക്കെ, ദിസ് ഓക്കെ. സോ ഈ ബയർ പറയുവാണ് $2 ഏരിയയിലോട്ട് നീ വന്നു കഴിഞ്ഞാൽ ഞാൻ മേടിക്കാം. അപ്പോൾ സെല്ലർ പറയുകയാണില്ല, നീ 3 പോകാൻ നിനക്ക് ഞാൻ തരാം. അപ്പോൾ സെല്ലറും ബയറും അവിടെ ഒരു നെഗോഷിയേഷൻ ഇല്ലാതെ നിൽക്കുവാണ്. അപ്പോൾ ഇത് ബൈ സൈഡ് സപ്ലൈയിൽ ഇതാ ഇവിടെ ഇത്രയും സപ്ലൈ ഉണ്ട്, സെൽ സൈഡ് സപ്ലൈയിൽ ഇത്രയും സപ്ലൈ ഉണ്ട്. ഇനി ബയർ പറയുവാണ് ഓക്കെ എനിക്ക് എന്തായാലും കുറച്ച് കോയിൻ വേണം, അപ്പോൾ അത് $3 മേടിച്ചെന്ന് പറഞ്ഞ് ആരും എന്നെ പിടിച്ച് അടിക്കത്തൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ അതിങ്ങി മേടിക്കാം. അപ്പോൾ ഈ ബയർ പൈസ കൂട്ടി കൊടുക്കുവാണ്. 5 ക്വാണ്ടിറ്റി ആയിരുന്നു ഇയാൾക്ക് വേണ്ടത്, ഇയാളുടെ 10 ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ 5 ക്വാണ്ടിറ്റി പുള്ളിക്കാരനെ അത് മേടിക്കുവാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ എത്രയുള്ളൂ ബാക്കി 5. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഓർഡർ $4 എന്ന പ്രൈസ് റേഞ്ചിൽ ഫോമായി, അത് 5 ക്വാണ്ടിറ്റിയുടെ ആയിരുന്നു. അതിപ്പോൾ ഇവിടെ ഫില്ലായി. മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് സെൽ സൈഡ് ഡിമാൻഡാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സപ്ലൈ very bit yeah. സോ ഇപ്പോൾ ഇവിടെ സപ്ലൈ ഉണ്ടായിരുന്നു, ഇവിടെ ബയേഴ്സിനെ സെല്ലേഴ്സിനെ സപ്ലൈ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് രണ്ടുപേരും 3 4 5 ഇവിടെ ഈ ബയർ നെഗോഷിയേറ്റ് ചെയ്തു സെല്ലറുമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു സെൽ സൈഡ് ഡിമാൻഡ് ഉണ്ടായി, അതായത് സെല്ലേഴ്സിൻ്റെ ഏരിയയിൽ നിന്ന് ഒരു ഡിമാൻഡ് ഉണ്ടായി, മനസ്സിലായില്ലേ? ആ ഒരു സാധനത്തിന് സെല്ലേഴ്സിൻ്റെ ആ ഒരു സാധനത്തിന് ബയേഴ്സിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ അതവിടെ വിറ്റ് പോയത്. അതുകൊണ്ട് അതിന് നമ്മൾ സെൽ സൈഡ് ഡിമാൻഡ് എന്ന് പറയും. ഇനി തൊട്ടിപ്പുറത്ത് ഇതല്ലായിരുന്നു കഥ. ഇവിടെ ഈ സെല്ലർ പറയുവാണ് എങ്കിൽ കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ 10 ക്വാണ്ടിറ്റിയേ ഉള്ളൂ, ഞാൻ നിനക്ക് 5 എണ്ണം തരാം. അപ്പോൾ 5 ക്വാണ്ടിറ്റി ഇയാൾക്ക് താഴ്ത്തി വിൽക്കുവാണ്. അപ്പോൾ ഇയാൾക്ക് വേണ്ട 5 എണ്ണം ഓർഡർ ക്യാൻസലായി. ഈ 8 എന്ത് ചെയ്യും, തൊട്ട് മേഖലയിലോട്ട് വരും. അതിനുശേഷം ഇവിടെ ഈ 5 ഇവിടെ ഈ ഒരു $2 എന്ന പ്രൈസ് റേഞ്ചിൽ കാണിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ബൈ സൈഡ് ഡിമാൻഡിൽ ഒരു ഓർഡർ വന്നു. നിങ്ങളിതൊരു 3-4 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് 4 ടൈപ്പാണ്: ബൈ സൈഡ് സപ്ലൈ, സെൽ സൈഡ് സപ്ലൈ, ബൈ സൈഡ് ഡിമാൻഡ്, സെൽ സൈഡ് ഡിമാൻഡ്. ഇതിൽ ഈ പറയുന്ന സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റ് ഓർഡറും ഡിമാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓർഡറുമാണ്. ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഞാൻ മേടിക്കാം അല്ലെങ്കിൽ ഞാൻ വിൽക്കാം എന്ന രീതിയിൽ സപ്ലൈക്ക് വെച്ചേക്കുന്നതാണ് പ്രോഡക്റ്റ്. മറിച്ച് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ മേടിച്ച് അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് നടത്തി മേടിച്ച് വിറ്റ് പോകുന്നതിനാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആക്ച്വലി സപ്ലൈ ആൻഡ് ഡിമാൻഡ് ടെക്നിക്കലായിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ബയേഴ്സും സെല്ലേഴ്സും മാത്രം തന്നെയാണ് ആ സോണൊക്കെ. പക്ഷേ ഈ പറയുന്ന തിയറിക്കകത്ത് അതല്ല കേസ്. കാര്യം മനസ്സിലായോ? അപ്പോൾ ലിമിറ്റ് ഓർഡർ, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ മാർക്കറ്റ്, സെൽ മാർക്കറ്റ്, ഇതിങ്ങനെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ ഇവിടെ ഈ സെൽ ലിമിറ്റിൽ വരുന്നതെല്ലാം സപ്ലൈയും അതുപോലെ ഇവിടെ നിന്ന് ഡിമാൻഡ് ഉണ്ടായി മേടിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഡിമാൻഡ് എന്നും പറയും, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ബൈ സൈഡ് സപ്ലൈ അതുപോലെ സെൽ സൈഡ് സപ്ലൈ, ബൈ സൈഡ് ഡിമാൻഡ്, സെൽ സൈഡ് ഡിമാൻഡ്. ഇപ്പോൾ ബയേഴ്സ് കുറച്ച് പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബൈ സൈഡ് സപ്ലൈ എന്ന് പറയും. അതുപോലെ സെല്ലേഴ്സ് കുറച്ച് പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട് ലിമിറ്റ് ഇട്ട് വെച്ചേക്കുകയാണെങ്കിൽ അതിനെ സെൽ സൈഡ് സപ്ലൈ എന്ന് പറയും. ബയേഴ്സ് ഈ പറയുന്നത് പോലെ മാർക്കറ്റ് ഓർഡറിൽ ഇതിനെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ബൈ സൈഡ് ഡിമാൻഡ് എന്ന് പറയും. സെല്ലേഴ്സ് ഇതേ സമയം സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനെ സെൽ സൈഡ് ഡിമാൻഡ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇത്രയുള്ളായിരുന്നു നമ്മളുടെ ബൈ സൈഡ് ഡിമാൻഡ്, സെൽ സൈഡ് ഡിമാൻഡ്, ബൈ സൈഡ് സപ്ലൈ, സെൽ സൈഡ് സപ്ലൈ, ഈ 4 കാര്യങ്ങൾ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ പറഞ്ഞ ഫെയർ വാല്യൂവിനെ കുറിച്ച് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാനിരിക്കുന്നു. നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളിലൊന്നുമില്ല, പക്ഷേ നമ്മൾ ആമസോൺ പോലുള്ള വൻകിട കമ്പനികൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിലയൻസ് ഡിജിറ്റൽ, അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ്, നമുക്ക് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് മേടിക്കാനുള്ള പ്ലാറ്റ്ഫോംസ്, സർവീസസ് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ്, അങ്ങനെ പല പല പ്ലാറ്റ്ഫോംസ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇവരെല്ലാം എന്ന് പറയുന്നത് ഡേറ്റനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. അതായത് നമുക്കൊരു മൂവി ഉണ്ടായിരുന്നു തമിഴിൽ, ആ ഒരു മൂവിക്കകത്തൊരു വൈറ്റ് ഹാറ്റ് ഹാക്കറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹാക്കർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡേറ്റ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ വേൾഡ്, മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ ദ വേൾഡ് എന്ന്. അതിൻ്റെ കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിയണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് വേണമെന്ന് അറിയണമെങ്കിൽ കസ്റ്റമേഴ്സ് മേടിച്ച സാധനവും, കസ്റ്റമേഴ്സ് മേടിക്കാൻ താല്പര്യപ്പെടുന്ന സാധനവും, കസ്റ്റമേഴ്സ് വിൽക്കുന്ന സാധനവും, കസ്റ്റമേഴ്സ് വിൽക്കാൻ
നോക്കുന്ന സാധനം, കസ്റ്റമേഴ്സിന് മേടിക്കാനുള്ള ഇഷ്ടമുള്ള പ്രൈസ്, കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് ഇഷ്ടം, കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് ഇഷ്ടം അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഇൻഫർമേഷനാണ് നമ്മൾ ഡേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡേറ്റ ഏറ്റവും പവർഫുൾ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡേറ്റയാണ് ഈ ലോകത്തെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡേറ്റ പഠിച്ച് ഡേറ്റേനെ അനലൈസ് ചെയ്ത് ഡേറ്റയിലൊരു കൺക്ലൂഷൻ കൊണ്ടുവന്ന ആളുകൾക്ക് വേണ്ട ഡിമാൻഡും സപ്ലൈ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇതേ ഡേറ്റ തന്നെയാണ് ഈ പറയുന്ന ആമസോൺ പോലുള്ള $1 ബില്യൺ കമ്പനീസും അതുപോലെ ടെസ്ല പോലുള്ള കമ്പനീസും ഇനി ലോകത്തുള്ള $multi billion കമ്പനീസ് എല്ലാം ഈ പറയുന്ന ഡേറ്റയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. 30 രൂപയുടെ ഒരു മാസം 30 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ മേടിക്കാൻ 10 പേരെ വരുന്നുള്ളൂ. അതേസമയം ഒരു മാസം 40 രൂപയ്ക്ക് 45 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ 2 മാസത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടുമെന്ന് പറയുമ്പോൾ അത് 100 പേര് മേടിക്കുന്നു. ആർക്കാണ് ലാഭം? കമ്പനിക്ക്. അതാണ് ഡേറ്റ എന്ന് പറയുന്നത്. മാർക്കറ്റ് എപ്പോഴും ഞാനീ പറയാൻ ശ്രദ്ധിച്ചേക്കണം, മാർക്കറ്റ് എപ്പോഴും ടെസ്റ്റിംഗ് ഫേസിലാണ്. അതായത് മാർക്കറ്റ് എപ്പോഴും അവരുടെ കസ്റ്റമേഴ്സിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്. ഇവിടെ മേടിക്കുന്നുണ്ടോ, ഇവിടെ മേടിക്കുന്നുണ്ടോ, ഇവിടെ മേടിക്കുന്നുണ്ടോ, എവിടെ മേടിക്കുന്നില്ല, അവിടെ മേടിക്കുന്നുണ്ടോ, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഒരു ബിസിനസ് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ആമസോൺ പോലുള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൽഗോരിതമിക് കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആളുകൾ മേടിച്ച രീതി, ആളുകൾ സെല്ല് ചെയ്ത രീതി, ഏതൊക്കെ ദിവസങ്ങൾ മേടിക്കുന്നു, ഏതൊക്കെ ദിവസങ്ങൾ സെല്ല് ചെയ്യുന്നു, എന്തുകൊണ്ട് മേടിക്കുന്നു, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ടാണ് അവരൊരു ഫെയർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ ഞാനിപ്പോൾ ഫെയർ വാല്യൂയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പ്രൈസ്, ഇത് ടൈം. സോ ഇത് P, ഇത് T. ടൈം ഇപ്പോൾ 1 PM, എല്ലാം PM-ലാണ്. 2, 3, 4, 5, 6, 7. അതുപോലെ ഇവിടെ നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6. അല്ലെങ്കിൽ സിംഗിൾ വേണ്ട, ഞാൻ $10, $20, $30, $40, $50, $60. വെരി ബെറ്റ്. ചെറിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരുന്നു, സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഈ പറയുന്ന പോലെ 10, 20, 30, 40, 50, $60. അതുപോലെ ടൈം 1, 2, 3, 4, 5, 6, 7 PM. ഇവിടെ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ മാർക്കറ്റ് ആമസോൺ മാർക്കറ്റ് അല്ലെങ്കിൽ ഏതൊരു ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഏതൊരു ഷോപ്പിംഗ് മാർക്കറ്റ്, ഇവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സ് എല്ലാ മിനിറ്റും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഓർഡേഴ്സ് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയി അത് ബില്ലടിക്കാൻ കൊടുക്കുമ്പോൾ ആളുകൾ നമ്മളെ അടുത്ത് ഈ സൗണ്ട് കേൾക്കത്തില്ലേ, ഈ ബീപ്പ് സൗണ്ടാണ് ഡേറ്റ. നമ്മൾ ഈ ബീപ്പ് സൗണ്ട് അടിക്കുമ്പോൾ ഏത് സമയത്താണ് നമ്മളിത് മേടിച്ചതെന്നും എത്ര ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പ്രൈസ് എന്താണെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് അവരുടെ ആ ഒരു സോഫ്റ്റ്വെയറിലോട്ട് പോകും. അതിനുശേഷം ഈ ഒരു ഡേറ്റ അവർക്ക് എപ്പോഴും വേണമെങ്കിലും എടുത്ത് നോക്കാം. ആ ഡേറ്റ എന്ന് പറഞ്ഞാൽ ക്രൂഷ്യലുമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബീപ്പ് സൗണ്ട് ഉണ്ടല്ലോ, ഇതേ ബീപ്പ് സൗണ്ടാണ് ആമസോണിൽ നമ്മൾ പ്ലേസ് യുവർ ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഡേറ്റ. മനസ്സിലായില്ല? അപ്പോൾ നമ്മളിപ്പോൾ ആമസോൺ കമ്പനിയിൽ ഞാനൊരു ഡേറ്റ അനലിസ്റ്റ് ആണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ആമസോൺ, ഇവിടെ ഞാൻ ഡേറ്റ എടുക്കാൻ നിൽക്കുന്ന ആളാണ്. ഇവിടെ ഞാനൊരു സ്പെസിഫിക് പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്യുവാണ്. ഈ ഒരു പ്രോഡക്റ്റിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുകയാണ്, ഒരുപാട് ആളുകൾ മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 10 നിന്ന് up to 40 വരെ എന്താണ് പമ്പ് ചെയ്ത് പോയി. ഇപ്പോൾ അതിൻ്റെ ഫെയർ വാല്യൂ ഇപ്പോൾ 40 എത്തിയപ്പോഴത്തേക്കും 40 ആമസോൺ നിശ്ചയിച്ച് വെച്ചു, 40 നമുക്കിത് വിൽക്കാം. അപ്പോൾ 40 നല്ല രീതിക്ക് എന്താണ് ഓർഡേഴ്സ് നടക്കുന്നുണ്ട്. ഗ്രാജുവലി ഈ പറയുന്ന 40 ഒരുപാട് ആളുകൾ മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആമസോൺ എന്ത് ചെയ്യും, 40 ഇത് ആളുകൾ മേടിക്കുന്നുണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ആൽഗോരിതം തന്നെ അത് സെറ്റ് ചെയ്ത് വയ്ക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ $50 പമ്പ് ചെയ്ത് നോക്കാം. സോറി, വെരി ബെറ്റ്. ഒരു കേസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന $40 കുറേ ട്രേഡ്സ് നടക്കുവാണ്. ആളുകൾ മേടിക്കാൻ ഒരു ഹെസിറ്റേഷനും ഇല്ല. ലെറ്റ്സ് എ എക്സാമ്പിൾ, ഒരു 1000 ക്വാണ്ടിറ്റി ഉള്ള ഒരു മാർക്കറ്റാണിത്. ഇത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ചിലപ്പോൾ ബ്രെഡ് ആയിക്കോട്ടെ. 1000 ക്വാണ്ടിറ്റി ഉണ്ട്, $40 ഇത് വിറ്റ് പോകണം. ബ്രെഡൊന്നും അത്ര വില കൂടത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കൂടിയ ബുക്കോ എന്തെങ്കിലും ഒരു ആക്സസറി എന്തെങ്കിലുമൊക്കെ ആക്കാം എന്തായാലും. അപ്പോൾ 1000 ക്വാണ്ടിറ്റിയിൽ പെർ ഡേ ഒരു 100 ക്വാണ്ടിറ്റി ഇതിൽ വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ പെർ ഡേ 100 ക്വാണ്ടിറ്റി വിറ്റ് പോകുമ്പോൾ 100 ഇൻറ്റു അവർക്ക് $40 ഈസ് ഈക്വൽ ടു $4000 വിറ്റ് വരവുണ്ട്. ഓക്കെ, ഞാൻ
ഇതേ $4000 തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് മാൻ എന്ന നിലയ്ക്ക്, ഒരു ട്രേഡർ എന്ന നിലയ്ക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് എൻ്റെ എയിം എപ്പോഴും മാക്സിമം ക്വാണ്ടിറ്റി വിറ്റ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ്. ഒരു സെല്ലർ വിൽ ആൾവേസ് ട്രൈ ടു സെൽ അറ്റ് ദ ഹയസ്റ്റ് പ്രൈസസ് പോസിബിൾ, ബയേഴ്സ് വിൽ ട്രൈ ടു ബൈ അറ്റ് ദ ലോവസ്റ്റ് പ്രൈസസ് പോസിബിൾ. ഇതിപ്പോൾ ഒരു ഫെയർ വാല്യൂ ആണ് $40. അപ്പോൾ പ്രൈസ് എന്ത് പറ്റി? ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുതലാണെന്ന് മനസ്സിലായി. ഉടനെ പ്രൈസ് എന്ത് ചെയ്തു? ഈ പറയുന്നത് പോലെ $40 $50 പ്രൈസ് ഒന്ന് ഹൈക്ക് ചെയ്ത് കൊടുത്തു. ഈ പറയുന്ന $50 ഹൈക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? $50. ഓക്കെ, അപ്പോൾ $50 നിൽക്കുവാണ് ഈ പറയുന്ന ആസെറ്റ്. അപ്പോഴും നോക്കിയപ്പോൾ ഈ പറയുന്ന പോലെ 100 പേര് ഇത് മേടിക്കുന്നുണ്ട് മിനിമം പെർ ഡേ. ചിലപ്പോൾ 100, 101 ആവും, 99 ആവും. അപ്പോൾ എന്ത് ചെയ്തു? ഇവർക്ക് 100 × 50 ആയി. അപ്പോൾ അവിടെ $5000 ആയി. അതായത് നേരത്തെ $4000 പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ $5000 പ്രോഫിറ്റ് കിട്ടി. എന്താ വലിയൊരു മാറ്റമല്ലേ അത്? തീർച്ചയായിട്ടും ആണ്. അതിനുശേഷം ഇവർ ഈ $50 കടന്ന് കുറച്ച് നേരം ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ $50 ഹോൾഡ് ചെയ്യുന്നുണ്ട്. $50 ആളുകൾ മേടിക്കാൻ തയ്യാറാണ്. ഉടനെ ഈ ഒരു $60 എന്ന പ്രൈസ് റേഞ്ച് തൊട്ടടുത്ത് കിടക്കില്ലേ, അങ്ങോട്ട് പമ്പ് ചെയ്യും മാർക്കറ്റ് എപ്പോഴും കസ്റ്റമേഴ്സിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. കസ്റ്റമേഴ്സ് മേടിക്കുന്നുണ്ടോ, കസ്റ്റമേഴ്സിൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെയാണ്, ഇത് മേടിക്കാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവരെടുക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും ഈ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ 60 എന്ന പ്രൈസ് റേഞ്ചിൽ ഇത് വന്നപ്പോഴത്തേക്കും അവരുടെ ഇത് ഒരു ബൈങ് എന്ന് പറയുന്നത് 100 നിന്നും 50 ആയി. അപ്പോൾ 50 × 60 നിയർലി ഒരു $3000 അവർക്ക് ഇത് കിട്ടുന്നുള്ളൂ, പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഈ ഒരു $60 എന്ന പ്രൈസ് റേഞ്ച് ശരിയാവത്തില്ല. അപ്പോൾ അവിടെ നിന്ന് എന്ത് പറ്റി? ഈ ഒരു ഏരിയയിൽ നിന്ന് അവർ ഡംപ് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്ന് ഈ ഒരു പറയുന്ന $50 റേഞ്ചിലോട്ട് എത്തിപ്പിക്കുക. അപ്പോഴത്തേക്കാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ട്രെൻഡ് ചെറുതായിട്ട് നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ആർക്കും വേണ്ട, ആ രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ എന്ത് പറ്റി? അവർ ഈ ഒരു പറയുന്ന ഏരിയ ഒന്നും കൂടി ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു $50 എന്ന ഏരിയയിൽ നിന്ന് ചിലപ്പോൾ 10% ഡിസ്കൗണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി താഴോട്ട് കൊണ്ടുവരും. അപ്പോൾ ഫെയർ വാല്യൂ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് പിന്നെയും ബൈസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞില്ല $4500 പ്രോഫിറ്റായി. അപ്പോൾ അത് നല്ല പ്രോഫിറ്റ് ആണല്ലോ. നമുക്ക് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൈസിൻ്റെ വില കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്തിട്ട് പ്രൈസ് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ 2 രീതിയിൽ പോയാലും പ്രോഫിറ്റ് ആയിരിക്കണം നമ്മുടെ മെയിൻ എയിം, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ 40 എന്ന ഏരിയയിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ പ്രോഫിറ്റ് ഡിക്രീസ് ആവുന്നവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു? ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂട്ടിയിട്ട്, ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി അവൈലബിൾ? 1000 മാറ്റി 2000 ക്വാണ്ടിറ്റി സ്റ്റോക്ക് വരുത്തിയിട്ട് ഇതിൻ്റെ പ്രൈസ് $30 ആക്കി കൊടുക്കുവാണ്. അതിപ്പോൾ $30 ആക്കി കൊടുക്കുവാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? $30 എത്തിയപ്പോഴത്തേക്കും നിയർലി ഒരു 150 to 200 ക്വാണ്ടിറ്റിയൊക്കെ ഒരു ദിവസം വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നിയർലി ഒരു 180, ലെറ്റ്സ് സേ 180 ക്വാണ്ടിറ്റി വിറ്റ് പോകുന്നുണ്ട് അറ്റ് ദ പ്രൈസ് ഓഫ് 30. അപ്പോൾ അവിടെ ടോട്ടൽ ഒരു $5400 കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ അതും ബെറ്ററാണ്, കാരണം ക്വാണ്ടിറ്റി കൂടുതൽ ആൾ മേടിക്കുന്നുണ്ട്. അതിനുശേഷം കാലക്രമേണ ഇതിൻ്റെ ട്രെൻഡ് നഷ്ടപ്പെടുകയാണ്. ഇത് 30 to 20 ആയി, അവിടെയും കച്ചവടമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവർ തിരിച്ച് ഫെയർ വാല്യൂയിലോട്ട് വരും. ഫെയർ വാല്യൂയിലോട്ട് വരുന്നത് എന്താണ്? ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്താണോ അതിലുള്ള പ്രോഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞ് ഡിമാൻഡ് അങ്ങോട്ട് പോകും, സപ്ലൈ ഇങ്ങോട്ട് വരും. ആ രീതിയിൽ പിന്നെ പുതിയൊരു ഫെയർ വാല്യൂ ക്രിയേറ്റ് ആവും മേ ബി. പിന്നെ അവിടെ നിന്ന് പ്രൈസ് അങ്ങോട്ടും അങ്ങ് പോകും. ഇങ്ങനെയൊക്കെ മൂവ് ആവും. അപ്പോൾ ആ രീതിയിലാണ് പ്രൈസ് മൂവ് ആവുന്നത്. ഇതാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മാർക്കറ്റ് ലിറ്ററലി മൂവ് ആവുന്നത്. ഇതാണ് ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറയുന്നത്. പ്രൈസിന് എപ്പോഴും ഒരു ഫെയർ വാല്യൂ കാണും. ആ ഒരു ഫെയർ വാല്യൂലായിരിക്കും പ്രൈസ് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ആ ഒരു ഫെയർ വാല്യൂവിൽ നിന്ന് ഡീവിയേറ്റ് ആയിട്ട് പ്രൈസ് ഓരോ പുതിയ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും അട്രാക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. എവിടെയാണോ ആ ഒരു സ്ട്രാറ്റജി ഫെയിൽ ആവുന്നത്, പിന്നെ തിരിച്ച് അത് ഫെയർ വാല്യൂ റീഗെയിൻ ചെയ്യും. ആ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുകയാണെങ്കിൽ മാക്സിമം എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പ്രൈസ് പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം ആ ഒരു സ്ട്രാറ്റജി ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെയും അടുത്ത സ്ട്രാറ്റജി വെച്ച് മാർക്കറ്റ് പ്രൈസിനെ റീഗെയിൻ ചെയ്യാൻ നോക്കും, പ്രോഫിറ്റിനെ റീഗെയിൻ ചെയ്യാൻ നോക്കും. ബയേഴ്സും സെല്ലേഴ്സും എപ്പോഴും മാക്സിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. സോ അവർ ഏത് രീതിയിൽ സെല്ല് ചെയ്താലും അവരുടെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ള ഏരിയയാണ്. സോ അതായിരിക്കും അതിൻ്റെ ഫെയർ വാല്യൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോയിട്ട് പുതിയൊരു ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഈക്വലായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ട്രാൻസാക്ഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതായിരിക്കും പുതിയ ഫെയർ വാല്യൂ. അങ്ങനെയാണ് മാർക്കറ്റ് ലിറ്ററലി മൂവ് ആവുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഏരിയൽ നോൺ ആൽക്കഹോളിക് വൈനാണ്. ലൈക്ക് ഏത് ടൈപ്പ് ഓഫ് വൈനാണെന്ന് അറിയത്തില്ല, പക്ഷേ ഐ തിങ്ക്
റെഡ് വൈൻ ആണോ അറിയത്തില്ല, എന്തായാലും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈനാണ്, ആൽക്കഹോളിക് അല്ല, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈൻ. ആമസോണിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്, ഇതിപ്പോൾ ആമസോണിലുള്ള പ്രൈസ് $29. ന്യൂ പ്രൈസ് ആമസോണിൽ ഇതിനുള്ള പ്രൈസ് നോക്കിയിട്ട് വരാം. വ്യൂ അറ്റ് ആമസോൺ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $30.79 ഓക്കെ. ഇപ്പോൾ പക്ഷേ തേർഡ് പാർട്ടി സൈറ്റിൽ പോകുമ്പോൾ അത് 29.96 ആവുന്നുണ്ട്. എന്തായാലും അതാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഇതിൻ്റെ പ്രൈസ് അപ്പോൾ $29 ഇവിടെ ഞാൻ താഴോട്ട് പോകുമ്പോൾ എനിക്ക് ആമസോണിൻ്റെ പ്രൈസ് ഹിസ്റ്ററി ചാർട്ട് കിട്ടും. അപ്പോൾ ഏരിയൽ നോൺ ആൽക്കഹോളിക് വൈൻ പാക്ക് ഓഫ് 2, പിന്നെ ഇൻക്ലൂഡ്സ് ഏരിയൽ ക്യാബിനറ്റ് ആൻഡ് ഏരിയൽ ഷാർഡനെ, അതെനിക്കറിയത്തില്ല. എന്തായാലും ഈ പറയുന്നത് പോലെ ഞാൻ ഓൾ ടൈം അതിൻ്റെ ടൈം ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയത് തൊട്ട് ഇന്നേ ദിവസം വരെ ഇതിൻ്റെ പ്രൈസിൻ്റെ ഒരു ഏത് രീതിയിലൊക്കെ പോയിട്ടുണ്ടെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ചാർട്ട്. കറക്റ്റ് പറയുവാണെങ്കിൽ കറക്റ്റ് പറയുവാണെങ്കിൽ 2016 ഓഗസ്റ്റ് 24-23 ആ ഒരു സമയം, അല്ലെങ്കിൽ ഫെബ്രുവരി ടൈം, ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി ടൈമിലാണ്. 2016 ജനുവരി ഫെബ്രുവരി ടൈമിലാണ്. ജൂലൈ ഇവിടെ ഉണ്ട്, കറക്റ്റ് ഇവിടെ ഉണ്ട്. 2015 ജൂലൈ 8 ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ $42 99 വിറ്റുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വിറ്റുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രോഫിറ്റ് കുറഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായി. പ്രോഫിറ്റ് കുറയുന്നു എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അവർക്ക് അന്നത്തെ കാലത്ത് സപ്ലൈ കുറച്ച് കുറവായിരുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അവർക്ക് ആ രീതിയിൽ ടാലി ചെയ്യേണ്ടി വരും. സപ്ലൈ കുറവാകുമ്പോൾ അവർക്ക് എന്ത് വരും, പ്രൈസ് കൂട്ടേണ്ടി വരും. സപ്ലൈ കൂടുതലുള്ളപ്പോൾ പ്രൈസ് കുറയ്ക്കേണ്ടി വരും. സോ പ്രൈസ് ഇരിക്കുകയായിരുന്നു. $42 അല്ലെങ്കിൽ $43 വരെ 2015 ജൂലൈ 8 പോയ പ്രോഡക്റ്റാണ്. ശേഷം ഓൾ ദീസ് ഇയേഴ്സ്, ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 7 വർഷമായി. 7 വർഷം കൊണ്ട് പ്രൈസിൻ്റെ ഡ്രോപ്പാണ് സംഭവിച്ചത്. സോ അതിപ്പോൾ 44-ന്ന് 43-ന്ന് 40 ഡ്രോപ്പ് ചെയ്തു. അവിടെ ട്രേഡ് കണ്ടോ, ട്രേഡ് നടക്കുന്നുണ്ടോ, $40 ഒരുപാട് ട്രേഡ് നടന്നിട്ടുണ്ട്. ശേഷം അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് 35 വന്നു. അവിടെ നിന്ന് ട്രേഡ് കടന്നു. അതിനുശേഷം പിന്നെ താഴോട്ട് 26 വരെ വന്നു. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഡിമാൻഡ് കൂടിയതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു 28 ഈ ഒരു റേഞ്ച് 28 to 20 ഈ ഒരു 32-28 റേഞ്ചിൽ ട്രേഡ് നടന്നു. അതിനുശേഷം അവിടെ നിന്ന് ഡീവിയേറ്റ് ആയി. അപ്പോൾ നടന്നില്ല, 36 പോയിട്ട് ആരും മേടിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്നു, ഈ ഒരു ഏരിയ വന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലി ഒക്ടോബർ 7, 2019 എൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഹിറ്റ് ചെയ്യുവാണ്. $23.57 ഇത് ഹിറ്റ് ചെയ്യുവാണ്. ഹിറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫെയർ വാല്യൂ ഏരിയ ഓർമ്മയുണ്ട്, 28 to 32 ഈ ഒരു ഏരിയ കിടന്ന് കളിക്കുവാണ്. ഈ ഒരു ഏരിയ കിടന്നിട്ട് പ്രൈസ് കളിക്കുവാണ്. അതാണ് അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിട്ടുള്ള ഏരിയ. അവിടെ നിന്ന് മുകളിലോട്ടും പോയി ഒത്തില്ല, അവിടെ നിന്ന് താഴോട്ടും പോയി ഒത്തില്ല. അപ്പോൾ ആ ഒരു ഫെയർ വാല്യൂ നിൽക്കുവാണ് ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ്. മനസ്സിലായോ? ഇത് ഓപ്ഷൻ മാർക്കറ്റ് തിയറിയുടെ ഒരു എക്സാമ്പിളാണ്. നമ്മുടെ ഒരു ആൽക്കഹോളിക് വൈനിനെ കുറിച്ചുള്ള എക്സാമ്പിളാണ്. ഇവിടെ കാണാൻ പറ്റും ഹയസ്റ്റ് പ്രൈസ്, ലോവസ്റ്റ് പ്രൈസ്, ആവറേജ് പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് ആവറേജ് എന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു ഹയസ്റ്റ് വാല്യൂൻ്റെയും ലോവസ്റ്റ് വാല്യൂൻ്റെയും ഇടയ്ക്കുള്ള സംഖ്യയാണ് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 6 പേരുള്ളൊരു ടീമിൽ ഒരാളുടെ വെയിറ്റ് 50, ഒരാളുടെ വെയിറ്റ് 55, 66, പിന്നെ 71, 42, പിന്നെ ഇങ്ങനെ 5-6 വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വെയിറ്റിനെ ടോട്ടൽ എടുത്തിട്ട് അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. മനസ്സിലില്ല? അതാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആവറേജ് പ്രൈസ്. ഈ ആവറേജ് പ്രൈസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫെയർ വാല്യൂ എന്ന് വിളിക്കുന്നത്. ബാക്കിയെല്ലാം ഹൈ ലോസുമാണ്. ഇതാണ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു ആവറേജിൻ്റെ അടുത്തല്ലേ ഇപ്പോൾ നിൽക്കുന്നത്, 29 ഏരിയയിലല്ലേ നിൽക്കുന്നത്. സോ 2022 പോലും ഫെയർ വാല്യൂ റിഗെയിൻ ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരൊറ്റ പ്രോഡക്റ്റാണ്. നമുക്കിനി നെക്സ്റ്റ് പ്രോഡക്റ്റിലോട്ട് പോകാം. ഇതാണ് ഗ്ലിക്കോ പോക്കി ചോക്ലേറ്റ് ക്രീം കവേർഡ് ബിസ്ക്കറ്റ് സ്റ്റിക്സ്. ഒരു സ്നാക്സാണ്, കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നാക്സാണ്. അതിന് ഇപ്പോഴത്തെ ആമസോണിലെ പ്രൈസ് $4.16. ആമസോൺ പ്രൈസ് ഇവിടെ കാണിക്കുന്നത് $4.16 ആസ് ഓഫ് 2022 9/25. അതായത് ഈ ദിവസത്തിൽ $4.16 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും, ഒരു പാക്കറ്റ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് നോക്കാം. ആമസോണിൽ
ഇപ്പോൾ ഒരു $12 റേഞ്ചിൽ വരെ വന്നിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. ദ ഹയസ്റ്റ് എന്ന് പറയുന്നത് February 5, 2020, അതുപോലെ ലോവസ്റ്റ് ഹയസ്റ്റ് എന്ന് പറയുന്നത് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മുടെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് $30, അതുപോലെ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് $3. അതായത് നിയർലി $10 ഹൈക്ക് വന്നിട്ടുണ്ട്. 10x ഹൈക്ക് വന്നിട്ടുണ്ട് ഈ പറയുന്ന 2 വർഷത്തിനിടയ്ക്ക്. ഓക്കെ, മേ ബി സപ്ലൈ കൂടിയോണ്ടായിരിക്കാം, മേ ബി ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടായിരിക്കും, ഏതായാലും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഏപ്രിൽ ഒരു 2017-18 കാലഘട്ടങ്ങളിൽ $12 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പ്രോഡക്റ്റാണ്. ഇതാണ്ടോ $12 ട്രേഡ് നടന്നുകൊണ്ടിരുന്നതായിരുന്നു ഇവിടെ. അതിനുശേഷം മാർക്കറ്റ് വിചാരിച്ചു $12 നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ, താഴോട്ട് പോകുന്നില്ലല്ലോ പ്രൈസ്, അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് മേടിക്കുന്നുണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്ത് $14 ഇട്ട് നോക്കാം. ഇതാ കണ്ടോ, 12 നേരെ 14 പോയി, അവിടെയും ട്രേഡ് നടക്കുന്നുണ്ട്, താഴോട്ട് പോകണില്ല. അപ്പോൾ ആമസോൺ നോക്കുമ്പോൾ ഇവിടെയും കച്ചവടം, ഈ ഏരിയയിലും കച്ചവടം, എങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് 14-ന് 15 പോയി, 16 പോയി, 18 പോയി. മേ ബി ഈ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു പരസ്യം അവർ റൺ ചെയ്ത് ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ആളുകൾ മേടിച്ചുകൊണ്ടേയിരുന്നു, ആമസോൺ വില കൂട്ടിക്കൊണ്ടേയിരുന്നു, എന്നിട്ടും ആളുകൾ മേടിച്ചുകൊണ്ടേയിരുന്നു. $24 എത്തിയപ്പോൾ പിന്നെയും ഒരു കൺസോൾട്ടേഷൻ നടന്നു. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ആ ഒരു പ്രൈസിലായിരുന്നു മേടിക്കുന്നത്. ആമസോൺ ഒരു ബ്രേക്ക് കൊടുത്തു, കാരണം ഇങ്ങനെ വെറുതെ കയറ്റിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് വിചാരിച്ചു ഒരു ബ്രേക്ക് കൊടുത്ത് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. നോക്കിയപ്പോൾ $24 നല്ല ഇത്, എങ്കിൽ ഒരു കാര്യം ചെയ്യും, 26 ആക്കാം, 28 ആക്കാം, 30 ആക്കാം. അങ്ങനെ ലാസ്റ്റ് February 5, 2020 കാലഘട്ടത്തിൽ ഇതിൻ്റെ ഓൾ ടൈം ഹൈ $30 36 എന്ന പ്രൈസ് റേഞ്ചിലോട്ട് പോവുകയാണ്. അതായത് $12 നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ $30 36 മാറുകയാണ്. ഈ ഒരു സമയത്തിൽ മേ ബി വേറെ കുറേ കോമ്പറ്റീഷൻ വന്നു കാണും, മേ ബി വേറെ കുറേ ചോക്ലേറ്റ് കമ്പനീസ് തുടങ്ങി കാണും, ചോക്ലേറ്റിൻ്റെ വാല്യൂ ഇടിഞ്ഞ് കാണും. എന്തായാലും $30 എത്തിയപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിലാണ് ജനിച്ചതെങ്കിൽ, 2018 ജനിച്ചതെങ്കിൽ 2 വർഷം കൊണ്ട് ഇത്രയും വലിയ ഹൈക്ക് എടുക്കുമ്പോൾ ഞാൻ എന്ത് പറയും, എൻ്റെ കുട്ടികളുടെയൊക്കെ എന്ത് പറയും, 3x ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ ഇനി ഇത് മേടിക്കരുത്, നമ്മുടെ സാലറി ഒന്നും ഇത്ര കൂടിയിട്ടില്ല, സോ ഈ ഒരു പ്രോഡക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറയുവാണ്. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കയറിയതുകൊണ്ട് തന്നെ തിരിച്ച് അതുപോലെ ഇറങ്ങുവാണ്, ആരും മേടിക്കാനില്ലാതെ. 28 ആളില്ല. അപ്പോൾ നോക്കിയപ്പോൾ 28 ആളില്ലെന്ന് മനസ്സിലായി, 26 പോയി, 24 പോയി. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈ പറയുന്ന പോലെ 12, ഈ പറയുന്ന ഫെയർ വാല്യൂ ഓർമ്മ കേട്ടോ നിങ്ങൾക്ക് അന്ന് പറഞ്ഞ്, ഈ ഒരു ഫെയർ വാല്യൂ ഏരിയ, ഈ ഏരിയയിലെത്തിയപ്പോൾ കൺസോൾട്ടേഷൻ നടന്ന് $16 റേഞ്ചിൽ അല്ലെങ്കിൽ $15 റേഞ്ചിൽ ഒരുപാട് നാൾ ട്രേഡ് ചെയ്ത്, നിയർലി ഒരു വർഷത്തോളം ട്രേഡ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ മനസ്സിലായി ഇനി പമ്പ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം അതാ ഇവിടെയൊക്കെ ചെറിയ ഹൈക്ക് വന്നിട്ടുണ്ട്, കണ്ടോ, അതൊന്നും വന്നിട്ടൊരു കാര്യമില്ലായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൻ്റെ സപ്ലൈ ചിലപ്പോൾ കൂടി, ഡിമാൻഡ് ചിലപ്പോൾ കുറഞ്ഞു, ഏത് രീതിയിലായാലും മാർക്കറ്റ് ഡംപായി. അതിനുശേഷം ഒരുപാട് നാളിതാ ഈ പറയുന്ന ഫെയർ വാല്യൂയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ നിന്ന് ട്രേഡ് ചെയ്ത് 13 വരെ പോയി, ശേഷം എന്ത് പറ്റി, അവിടെ തന്നെ അതേപോലെ തന്നെ ഡംപായി. അതിനുശേഷം പിന്നെ അതേ ഫെയർ വാല്യൂ ട്രേഡ് ചെയ്തിട്ട് 16 വരെ പോയി, അതിനുശേഷം അവിടെ നിന്ന് പിന്നെ ഡംപായി. കാരണം ഇതൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലായി ബയേഴ്സിന് അവിടെ സ്ട്രെങ്ത് ഇല്ല. അതിനുശേഷം എന്ത് പറ്റി, $10-12 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രോഡക്റ്റ് ഇടിഞ്ഞ് ഇപ്പോൾ കറൻ്റ്ലി 4.16 ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഇതാണ്ട് ഇപ്പോൾ കറൻ്റ്ലി മാർച്ച് 25-നാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. $3.59 വരെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന എവിടെയായി ഇവിടെ, കാരണം എന്താണ്, ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിട്ട് തോന്നുന്നത്, അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ആളുകൾ മേടിക്കുവാണ്. മനസ്സിലായില്ലേ? ഇതാണ് നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ഇനി നെക്സ്റ്റ് ഫെറേറോ റോച്ചർ എന്ന് പറഞ്ഞിട്ട്, റോഷ് എന്ന് പറഞ്ഞിട്ട് ഫൈൻ ഹേസൽനട്ട് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്. അത് 24 ഉള്ള ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിൻ്റെ ഇപ്പോഴത്തെ ആമസോണിലെ വാല്യൂ $10.48 നല്ലൊരു ചാർട്ടാണ്, ക്ലീൻ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് $20, അതുപോലെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് $7. ലോവസ്റ്റ് പ്രൈസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് February 3, 2014. അതുപോലെ ഹയസ്റ്റ് പ്രൈസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് August 18, 2016. അപ്പോൾ അതിന് രണ്ടിനും ഇടയിൽ ഒരു പ്രൈസിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈ പറയുന്ന $10-11 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് $10 വരുന്നു, കൺസോൾട്ടേഷൻ ചെയ്യുന്നു. അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, താഴോട്ട് വരുന്നു, ഓൾ ദ വേ ഡൗൺ ടു $8 വരെയൊക്കെ വരുന്നു. ശേഷം അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങുന്നു. അപ്പോൾ ഇത് പറയുന്നത് ഫെയർ വാല്യൂ ആയി കഴിഞ്ഞു, മനസ്സിലായി, ഒരുപാട് ട്രേഡ് കടന്നു കഴിഞ്ഞു.
അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരുപാട് ട്രേഡ്സ് നടക്കുന്നുണ്ട്. മാർക്കറ്റ് താഴേക്ക് പോയി നോക്കുന്നുണ്ട് ഇവിടെ നിന്ന് പ്രോഫിറ്റ് വല്ലതും കിട്ടുന്നുണ്ടാകുന്നു. അപ്പോൾ അവിടെ കിട്ടുന്നില്ല, തിരിച്ച് മേളിലോട്ട് കയറുന്നു, താഴേക്ക് വരുന്നു, മേളിലോട്ട് പിന്നെ കയറുന്നു, താഴേക്ക് വരുന്നു. അതിന് ശേഷമാണ് മാർക്കറ്റിന് മനസ്സിലായത് ആളുകൾ മേടിക്കാൻ റെഡിയാണ്. എപ്പോൾ ഇത് കണ്ടോ, ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത പ്രൈസ് മുകളിലോട്ട് പോയി 13 പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു ചിലപ്പോൾ ഈ പറയുന്ന സ്വീറ്റ് ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി, ആളുകൾ മേടിക്കാൻ തുടങ്ങി. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ഫെയർ വാല്യൂ വന്നു. അതിനുശേഷം മാർക്കറ്റിൽ ഒരു ടേക്ക് ഓഫ് ആയിരുന്നു. ഓക്കെ, 2016 ഒരു പാതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും മാർക്കറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. നല്ല ഡിമാൻഡ്, ആളുകളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു, സപ്ലൈയും കുറവ്. അപ്പോൾ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി $20 വരെ പോയി. ഇത്രയും പെട്ടെന്ന് കയറിയത് കൊണ്ട് തന്നെ അതേപോലെ തിരിച്ചിറങ്ങി, എവിടെ വന്നു, ഈ പറഞ്ഞ ഫെയർ വാല്യൂയിൽ വന്നു. ഇപ്പോൾ കറൻ്റ് പ്രൈസ് എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഇതേ ഫെയർ വാല്യൂവിൽ. അങ്ങോട്ട് ഫെയർ വാല്യൂയുടെ മുകളിലോട്ടും താഴെ ഇറങ്ങും, മുകളിലോട്ടും താഴെ ഇറങ്ങും, മുകളിലോട്ടും താഴെ ഇറങ്ങും, മുകളിലോട്ടും താഴെ ഇറങ്ങും, ഇങ്ങനെ താഴോട്ടും മുകളിലോട്ട് കയറും. ആ ഒരു ഫെയർ വാല്യൂ കീപ്പ് ചെയ്ത് ആ ടണലിലും പ്രൈസ് പോകണതുണ്ട്. ഇതാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറയുന്നത്. പ്രൈസ് എപ്പോഴും ഫെയർ വാല്യൂവിനെ ഫേവർ ചെയ്തിരിക്കും. പ്രൈസ് എപ്പോഴും മാർക്കറ്റ് എപ്പോഴും പാർട്ടിസിപ്പൻറ്റിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എവിടെ നിന്ന് മേടിക്കുന്നു, എവിടെ നിന്ന് ബൈ ചെയ്യുന്നു. ഇത് സക്സസ് ആവുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടും, സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ടും പോകും. അതിൻ്റെ പ്രൈം എക്സാമ്പിളാണ് ഈ പറയുന്ന 3. ഇനി നമുക്ക് ലൈവ് ചാർട്ടിലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ ചാർട്ടാണ്. ഞാൻ 2 വോളിയം പ്രൊഫൈൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പറയുന്ന വോളിയം പ്രൊഫൈൽ ക്രിയേറ്റ് ആയത് ഇവിടെ തൊട്ടാണ്. ഈ 2 ഏരിയയിൽ നിന്ന് ഇവിടെ നിന്നാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. പ്രൈസ് ഈവൻ ദോ ഇതിൻ്റെ മുകളിലോട്ട് പോയെങ്കിലും ഇവൻച്വലി താഴെ വന്നതുണ്ടോ ഈ ഫെയർ വാല്യൂയുടെ അടുത്ത്. അത് കഴിഞ്ഞ് ഫെയർ വാല്യൂയുടെ ഈ ഒരു ഏരിയയിൽ താഴെ വരെ വന്നു. അതിനുശേഷം പിന്നെ തിരിച്ച് ഫെയർ വാല്യൂ റീഗെയിൻ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ കറൻ്റ്ലി പുതിയൊരു ഫെയർ വാല്യൂ ഓപ്പൺ ആയിട്ടുണ്ട് പ്രൈസിൽ. ഈ പറയുന്നത് പോലെ ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ വോളിയം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടു, ഇതാണ് ഇപ്പോൾ പുതിയ ഫെയർ വാല്യൂ. ഇനി എന്ത് പറ്റും, പ്രൈസ് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യും, മുകളിലോട്ട് പോകും. ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് ഫെയിൽ ആവണമെങ്കിൽ താഴോട്ട് വരും. അത് കഴിഞ്ഞിട്ട് താഴ്ന്ന് കൺസോൾഡേറ്റ് ചെയ്യും, മേ ബി അവിടെ നിന്ന് താഴോട്ട് പോകും. അതിനുശേഷം പിന്നെ തിരിച്ച് മുകളിലോട്ട് വരും. അപ്പോൾ ഇങ്ങനെ പ്രൈസ് എപ്പോഴും ഫെയർ വാല്യൂവിനെ ഫേവർ ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഫേവർ ചെയ്യും. മനസ്സിലായില്ലേ? ഇത് മന്ത്ലി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഫെയർ വാല്യൂ കിട്ടും. അപ്പോൾ അതൊക്കെ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള സോണുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്ഷൻ മാർക്കറ്റ് തിയറി ഇത്രയേ ഉള്ളായിരുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതുപോലെ ബിഡ് ആൻഡ് ആസ്ക്, അതുപോലെ വോളിയം, ഈ 3 കാര്യങ്ങളുമായിട്ട് ഇണചേർന്നിരിക്കുന്ന ഒരു തിയറിയാണ്. അതിൽ പറഞ്ഞു തന്നു പ്രൈസ് എപ്പോഴും ഒരു ഫെയർ വാല്യൂവിനെ അല്ലെങ്കിൽ FEനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫെയർ വാല്യൂന്ന് മുകളിലോട്ട്, ഇപ്പോൾ ഇത് ഫെയർ വാല്യൂ ആണെങ്കിൽ മുകളിലോട്ടും താഴോട്ടും ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഫെയർ വാല്യൂ റീഗെയിൻ ചെയ്ത് അവിടെ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് സെക്ടറുമായിട്ടൊക്കെ വളരെ സാമ്യമുള്ളൊരു സ്ട്രാറ്റജിയാണ് അല്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ AMD തിയറി ഇറക്കാൻ പോകുന്നത്. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.